കൊല്ലം തേവലക്കരയിലെ മിഥുന്റെ മരണത്തിൽ കുറ്റകരമായ നരഹത്യക്ക് കേസെടുക്കും. മാനേജ്മെന്റ് ഭാരവാഹികൾ, KSEB ഉദ്യോഗസ്ഥർ, പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ എന്നിവരെ പ്രതി ചേർക്കും. ഷമീർ അബ്ദുളുണ്ട് വിവരങ്ങളുമായി. ഷമീർ, കെടുകാര്യസ്ഥത, അതായത് സംവിധാനങ്ങളുടെ കെടുകാര്യസ്ഥത മൂലം നഷ്ടപ്പെട്ട ഒരു ജീവനാണ് മിഥുന്റേത്. ആ കുടുംബത്തിനാണ് ആ നഷ്ടമുണ്ടായിരിക്കുന്നത്. ഇപ്പോൾ അതിൽ നടപടി ഉണ്ടാകുന്നു. എന്തൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ടാണ് ഈ നടപടി? വിശദാംശങ്ങൾ. കൊല്ലം തേവലക്കരയിലെ മിഥുന്റെ മരണത്തിൽ കുറ്റകരമായ നരഹത്യക്ക് കേസെടുക്കുമെന്ന വാർത്തയാണ് വരുന്നത്. മാനേജ്മെന്റ് ഭാരവാഹികൾ, KSEB ഉദ്യോഗസ്ഥർ, പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ എന്നിവരെ പ്രതി ചേർക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഈ സംഭവം ഉണ്ടായി, അതിന് പിന്നാലെ തന്നെ വകുപ്പ് മന്ത്രിമാർ പറഞ്ഞിരുന്നു കുറ്റകരമായ അനാസ്ഥ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ നടപടിയെടുക്കുമെന്ന കാര്യം അപ്പോൾ തന്നെ അറിയിക്കുകയുണ്ടായിരുന്നു. എല്ലാ വീഴ്ചകളുടെയും പരിണിത ഫലമായി അത് ചെയ്തവർക്കെതിരെ, അതിന് ആധാരമായ കാര്യങ്ങൾക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന കാര്യം വകുപ്പ് മന്ത്രിമാർ തന്നെ പറഞ്ഞിരുന്നു. ഇപ്പോൾ അതിൽ നടപടിക്ക് ഒരുങ്ങുകയാണ് വിവിധ വകുപ്പുകൾ. മാനേജ്മെന്റും ഭാരവാഹികൾ, KSEB ഉദ്യോഗസ്ഥർ, പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ എന്നിവരെ പ്രതി ചേർക്കുമെന്ന വാർത്തയാണ് വരുന്നത്. ഷമീർ അബ്ദുളുണ്ട് വിവരങ്ങളുമായി. ഷമീർ, നമ്മുടെ സംവിധാനങ്ങളുടെ അനാസ്ഥ മൂലം നഷ്ടപ്പെട്ട ഒരു ജീവനാണ് മിഥുന്റേത്. ആ കുടുംബത്തിനായിരുന്നു ആ നഷ്ടമെന്നത് പ്രത്യേകം പറയേണ്ടതുണ്ട്. അവർക്കെതിരെ ഇപ്പോൾ നടപടിക്ക് ഒരുങ്ങുകയാണ്. എന്തൊക്കെ ചൂണ്ടിക്കാട്ടിയാണ് നടപടി? വിശദാംശങ്ങൾ. കൊല്ലം തേവലക്കരയിൽ വൈദ്യുതാഘാതമേറ്റ് മരിച്ച മിഥുന്റെ മരണത്തിൽ കുറ്റകരമായ നരഹത്യക്ക് കേസെടുക്കാൻ ഒരുങ്ങുകയാണ് വിവിധ വകുപ്പുകൾ. മാനേജ്മെന്റ്, സ്കൂൾ മാനേജ്മെന്റ്, ഭാരവാഹികൾ, KSEB ഉദ്യോഗസ്ഥർ, പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ എന്നിവരെ പ്രതി ചേർക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഈ വിഷയത്തിൽ ഇരു വിഭാഗത്തിനും, സ്കൂൾ അധികൃതർക്കും, KSEB ഉദ്യോഗസ്ഥർക്കും, വൈദ്യുത വകുപ്പിന് പ്രത്യേകിച്ചും വീഴ്ച സംഭവിച്ചു എന്ന കാര്യം തുടക്കം മുതലേ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിൽ അന്വേഷണവും കൃത്യമായ പരിശോധനയും നടന്നതിന് ശേഷം, റിപ്പോർട്ട് സമർപ്പിച്ചതിന് ശേഷമാണ് ഇങ്ങനൊരു നടപടിക്ക് ഒരുങ്ങുന്നത്. മാനേജ്മെന്റ് ഭാരവാഹികൾക്കും, KSEB ഉദ്യോഗസ്ഥർ, പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ എന്നിവരെയാണ് ഈ പ്രതി ചേർക്കുക. ഈ സ്കൂളിന് ഗുഡ് സർട്ടിഫിക്കറ്റ് ആര് നൽകി, അത് സംബന്ധിച്ചും എല്ലാം അന്വേഷണം നടക്കുമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ നടപടിക്ക് ഒരുങ്ങുകയാണ്. ഷമീർ അബ്ദുൾ ഉണ്ട്. ഷമീർ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അഖില, ഈ കേസുമായി ബന്ധപ്പെട്ട് 3 അന്വേഷണ ഏജൻസികളാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. ഇതിന്റെ മരണത്തിൽ ശാസ്താംകോട്ട ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് അന്വേഷണം നടത്തുന്നത്. ഇതിൽ ഇപ്പോൾ ഏറ്റവും പുതുതായി ലഭിക്കുന്ന വിവരം അനുസരിച്ച് കുറ്റകരമായ നരഹത്യക്ക് കേസെടുക്കുമെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അതായത് ഇതിൽ പ്രതിസ്ഥാനത്തുള്ള KSEB, അതുപോലെ പഞ്ചായത്ത് അധികൃതർ, അതുപോലെ വിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥർ, അധ്യാപകർ എല്ലാവരെയും പ്രതി ചേർക്കുമെന്നാണ് നിലവിൽ അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. അതായത് അന്വേഷണ പരിധിയിൽ ഉള്ളവരെല്ലാം തന്നെ പ്രതി ചേർക്കപ്പെടും. അതും ചെറിയ വകുപ്പല്ല, കുറ്റകരമായ നരഹത്യക്ക് കേസെടുത്ത് തക്കതായ ശിക്ഷ ഉറപ്പാക്കുമെന്നാണ് അന്വേഷണ സംഘത്തിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്. ഇന്നാണ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പോലീസിന് ശേഖരിക്കാൻ കഴിഞ്ഞത്. ഇതിൽ നിന്ന് അന്വേഷണ സംഘം അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത് കുറ്റകരമായ നരഹത്യക്ക് കൂടി വകുപ്പ് ചേർക്കും എന്നുള്ള വിവരമാണ് ഈ അവസരത്തിൽ നമുക്ക് പറയാൻ കഴിയുന്നത്. അഖില, കൊല്ലം തേവലക്കരയിലെ മിഥുന്റെ മരണത്തിൽ കുറ്റകരമായ നരഹത്യക്ക് കേസെടുക്കുമെന്ന വാർത്തയാണ് വരുന്നത്. മാനേജ്മെന്റ് ഭാരവാഹികൾ, KSEB ഉദ്യോഗസ്ഥർ, പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ എന്നിവരെ പ്രതി ചേർക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഷമീർ അബ്ദുള്ളാണ് വിവരങ്ങൾ നൽകിയത്.